നമസ്കാരം. 4 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് ബെയിലിൻ ദാസ് എന്ന് പറഞ്ഞ സീനിയർ അഡ്വക്കേറ്റിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് നിങ്ങൾ കണ്ടതാണ്. അയാളുടെ ജൂനിയർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അഭിഭാഷകയുടെ കരണത്തടിച്ചു എന്നുള്ളതാണ് കാരണം. അത് വെറുതെ ഒരു കരണത്തടിയൊന്നും അല്ല. നമ്മളെല്ലാവരും ആ പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടതാണ്, മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടതാണ്. അതിൻ്റെ ചെള്ള കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പെറ്റ തള്ള സഹിക്കത്തില്ല. അത്രയും ആ രീതിയിൽ ആഘാതത്തിൽ ഒരെണ്ണം കൊടുത്തെങ്കിൽ മാത്രമേ അങ്ങനെ വരത്തുള്ളൂ. അപ്പോൾ ഒരു സീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഗുരുതുല്യനാണ്. അപ്പോൾ അങ്ങനെ ഗുരുതുല്യനായിട്ടുള്ളൊരു വ്യക്തി തൻ്റെ ജൂനിയറായിട്ട് വർക്ക് ചെയ്യുന്ന പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ കാണിക്കുമോ എന്ന് നമ്മൾ ആലോചിച്ചു പോയി. കാരണം ഒരു വക്കീലാണ്, ഒരു ലോയറാണ്, നിയമമൊക്കെ അറിയാവുന്ന ഒരു ലോയർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സാധാരണക്കാരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും അതിശയിച്ച് പോയ ഒരു കേസാണ്. പിന്നെ അത് കള്ളത്തരം അല്ല എന്നുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ആ പെൺകുട്ടിയെ നമ്മളെല്ലാവരും കണ്ടതാണ്. അത് മേക്കപ്പ് ഒന്നുമല്ല. അത്രയും ആ ഫേസ് അങ്ങനെ ആകണമെന്നുണ്ടെങ്കിൽ എന്തോരം അയാൾ കൊടുത്തിട്ടുണ്ടാകണം. അപ്പോൾ അങ്ങനെ അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ ഒരു വക്കീലാണല്ലോ താനെന്ന് പോലും ആലോചിക്കാതെ മോങ്ങിക്കൊണ്ടാണ് ഇയാൾ അകത്തേക്ക് കയറിപ്പോയത്. ഒരു പൂച്ചയൊക്കെ കരയുന്നത് പോലെ കരഞ്ഞുകൊണ്ടാണ് അയാൾ അകത്തേക്ക് കയറിപ്പോയത്. എന്നാൽ ഇപ്പോൾ അയാൾക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട്. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോൾ അയാളുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങളൊന്ന് കാണണം. അയാളൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് ഇപ്പോഴും അയാൾ പ്രതിയാണ്. അയാളെ ഇതുവരെ നിരപരാധിയാക്കിയിട്ടില്ല, ജാമ്യത്തിലാണ് പുറത്തു വിട്ടേക്കുന്നത്. അപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന രീതി നിങ്ങളൊന്ന് കാണണം. അത് കണ്ടപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ഗർജിക്കുന്ന സിംഹമാണ്. ഈ ഭരചന്ദ്രൻ IPS എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് നമ്മുടെ സുരേഷ് ഗോപിയൊക്കെ ഇംഗ്ലീഷ് പറയത്തില്ലേ, അതുപോലെ വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ വലിയ രീതിയിൽ ഇംഗ്ലീഷ് പറഞ്ഞ് പ്രസംഗമാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. സംശയം ചെയ്യാത്ത കുറ്റം ഞാൻ എന്തിനാ കേൾക്കണത്? വേറെന്താ ചോദിക്കാനുള്ള? പ്ലീസ് ആസ്ക് മീ. കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളിൽ താങ്കളെയും ആ പെൺകുട്ടി ആക്രമിച്ചു എന്നാണ് പറയുന്നത്. See, I am a lawyer. Okay, I have to obey the court. I am in the condition of the judicial first class magistrate. Okay, magistrate എന്ന തേർഡ് പാർട്ടി ബെയിലേക്ക് പുറത്തുവിടാൻ മീൻസ് എനിക്ക് തോന്നുന്നതൊക്കെ വിളിച്ച് പറയാനുള്ളതല്ല. I have to be obedient to the court. I cannot open my mouth without the permission of the court. I am in the custody of the court. I am in third party custody as of now. You know that. So at this moment what can I say to you? വക്കീലിനെ കണ്ടീഷണൽ ബെയിലാണ് തന്നിട്ടുള്ളത്, സംസാരിക്കരുതെന്ന് കോടതി പറഞ്ഞിട്ടില്ല. മിസ്റ്റർ അഖിലെ, കണ്ടീഷണൽ ബെയിൽ മീൻസ് ഇന്ന കണ്ടീഷൻ പാലിക്കണം, ഇന്ന കണ്ടീഷൻ പാലിക്കേണ്ട എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ആസ് എ ലോയർ ഞാനിപ്പോൾ കോടതിയുടെ ഇന്ററിം കസ്റ്റഡിയിലുള്ള ഒരു വ്യക്തിയാണ്. ദെൻ എന്റെ പ്രവർത്തികളും എന്റെ ആക്ടിവിറ്റീസും എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഐ ആം ബോതേർഡ് അബൌട്ട് ദാറ്റ്. കോടതി കണ്ടീഷണൽ പറയണമെന്നില്ല, ഇങ്ങനെ സംസാരിക്കുക അങ്ങനെ സംസാരിക്കുക. വാട്ട് എവർ ഐ സ്പീക്ക് അറ്റ് ദിസ് മൊമെന്റ് അതെനിക്ക് തന്നെ ആയിരിക്കും ദോഷം. ബിക്കോസ് ഐ ആം ഇൻ ദ കസ്റ്റഡി ഓഫ് ദ കോർട്ട്. കോടതി രണ്ടുപേരെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നെ ടിൽ ദ എൻഡ് ഓഫ് ദിസ് ഡിസ്പോസൽ ഓഫ് ദിസ് ട്രയൽ. ഈ ട്രയൽ കഴിയുമ്പോൾ മാത്രമേ ഐ ആം എ ഫ്രീ മാൻ. ടിൽ ദാറ്റ് ടൈം ഐ ആം ഇൻ ദ കസ്റ്റഡി ഓഫ് ടു ഷുവർട്ടീസ്. സോ ഐ കനോട്ട് ഓപ്പൺ മൈ മൗത്ത്. ഞാനെന്ത് പറയാനാ? മുകളിലെല്ലാം കണ്ടുകൊണ്ട് ഒരാളിരിപ്പുണ്ട്. ഹി നോസ് എവരിതിങ്. ഇയാൾ വരട്ടും കേട്ടോ, പേടിച്ചു പോയി. ഞാൻ തന്നെ പേടിച്ചിപ്പോൾ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങളോട് മര്യാദയ്ക്ക് സംസാരിക്കാം. മാധ്യമങ്ങളും മര്യാദയ്ക്കുള്ള ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്, അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. ഒരു ചെറിയ രീതിയിൽ ആറ്റിറ്റ്യൂഡ് ഇട്ട് മര്യാദയോട് കൂടിയിട്ട് സംസാരിക്കുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ആ പെൺകൊച്ച് പറഞ്ഞത് ഏകദേശം ക്ലിയർ ആവുന്നുണ്ട്. ആ വക്കീൽ പറഞ്ഞിരുന്നു ഇയാളുടെ സ്വഭാവം എന്താണെന്നുള്ളത്. അതിപ്പോൾ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. ഇത്രയും അരഗൻ്റായിട്ടുള്ളൊരു വക്കീലിനെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല, സിനിമയെ പോലും കണ്ടിട്ടില്ല. എന്തോന്നടെ ഈ കാണിക്കുന്നത്? എന്നിട്ട് പുള്ളി അവസാനം പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, ദൈവമെല്ലാം കാണുന്നുണ്ടെന്ന്. സത്യം, ദൈവം എല്ലാം കാണുന്നുണ്ട്. ഇവിടുത്തെ കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാലും ദൈവത്തിൻ്റെ കോടതിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന് ഇദ്ദേഹം മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇദ്ദേഹം എന്ന് ഞാൻ ബഹുമാനത്തോടുകൂടി വിശേഷിപ്പിച്ചത് പുള്ളിക്കാരൻ്റെ ആ ഒരു ജോലിയെ മാത്രമാണ്. പക്ഷെ പുള്ളിയുടെ ജോലിയോട് അത്രയും ബഹുമാനമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു വക്കീല് ഈ രീതിയിലൊക്കെ മാധ്യമങ്ങളോട് വന്ന് റിയാക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മയത്തിലൊക്കെ പോരെ? അതിലെന്താ സംശയം? Once I am innocent, that has to be proved. അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ആരായാലും എല്ലാവരും പുറത്തു വരും, ഇൻക്ലൂഡിംഗ് all the dignitaries. I won't leave anyone. What doubt on that? I have never done that. അല്ല, ആ പെൺകുട്ടി ആരോപിക്കുന്ന ഒരു കാര്യങ്ങളുണ്ട്, താങ്കളെ ഇത്രയും അധികം സംരക്ഷിച്ചത് ബാർ അസോസിയേഷൻ ആണ്, അത് താങ്കളുടെ സ്വാധീനം. I deny all those things. I don't know anything regarding that. അയാളല്ല അത്രേ ചെയ്തത്. അപ്പോൾ പിന്നെ ആ വക്കീൽ വെച്ച് ഇയാളെ കൊടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഗൂഢാലോചനയൊക്കെ നടത്തിയിട്ട് മേക്കപ്പ് ഇട്ട് വന്നതായിരിക്കും. അതിൻ്റെ ചെള്ളയ്ക്ക് മേക്കപ്പ് ഇട്ടതാ. നമ്മളെല്ലാവരും കണ്ടതല്ലേ, മേക്കപ്പ് ആണെന്നേ തോന്നത്തുള്ളൂ. ഒരു രീതിയിൽ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യത്തില്ല. ആ പെങ്കൊച്ച് മേക്കപ്പ് ഇട്ട് വന്നതായിരിക്കും. ഇതുപോലെയുള്ളവരുടെയൊക്കെ കീഴിൽ വർക്ക് ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാട്ടിൽ വലിയ പരിതാപകരമായിട്ടുള്ള അവസ്ഥ വേറെ ഒന്നുമില്ല. അതാണ് യാഥാർത്ഥ്യം.
ഓ, അത് ഇത്രയും നാളും കഷ്ടപ്പെട്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കൂ, ഒരു സ്ത്രീ, ഒരു പെൺകുട്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. ഒരു ആണിനെയാണെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് സമ്മതിക്കാം. കാരണം ഒരാണിൻ്റെ കരുത്ത് മറ്റൊരാണിനോടാകുമ്പോൾ നമുക്കൊരു ബാലൻസ് ചെയ്തു പോകും. പക്ഷേ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ ഫിസിക്കലി ആ ഒരു കരുത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇയാളുടെ മുഴുവൻ ശക്തിയും എടുത്തായിരിക്കും ആ പെങ്കൊച്ചിനോട് ഇങ്ങനെ കാണിച്ചത്. അപ്പോൾ അങ്ങനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇയാൾ എവിടുത്തെ എൻ്റെ വായി നല്ല ഭാഷയൊക്കെ വരുന്നുണ്ട്, പക്ഷെ വക്കീലല്ലേ, അതുകൊണ്ട് ഞാൻ ഒന്ന് മയത്തിലൊക്കെ സംസാരിക്കുന്നതാണ്. അപ്പോൾ ഒരു പെങ്കൊച്ചിനോട് എനിക്കൊന്നു ആ വക്കീലിന് 10, 25, 26 വയസ്സേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. അപ്പോൾ ആ വക്കീലിനോട്, ജൂനിയറിനോട്, ഒരു സ്ത്രീയോട് ഇങ്ങനെയൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇയാൾ നല്ല മോനായിരിക്കും. എങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ഇപ്പോൾ വന്നിരുന്നിട്ട് കോടതിയെ ബഹുമാനിക്കുകയും നിയമത്തെ ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ല വക്കീലാണ് എന്ന് തോന്നിപ്പിക്കാനായിരിക്കും ഇങ്ങനെ വന്ന് കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷൊക്കെ വന്ന് പറയുന്നത്.